നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആവശ്യമില്ലാത്തൊരു അടുപ്പം കാണിച്ചാൽ സംശയം നമുക്ക് നേർക്ക് തന്നെ തിരിയും. സ്വന്തം കമ്പനിയെ ഒറ്റുകൊടുത്തിട്ടാണ് ഞാൻ എന്റെ പേഴ്സണൽ വിജയം സ്വന്തമാക്കാൻ പോകുന്നത്. ഇതറിയാവുന്നത് നമുക്ക് 3 പേർക്കും പിന്നെ ആ CK ചന്ദ്രബോസിനും മാത്രമാണ്. ചന്ദ്രബോസിനെ എനിക്ക് വിശ്വാസമാണ്. ഒന്നാന്തരം ക്രിമിനൽ ആയതുകൊണ്ട് സഹായിച്ചവരെ ചതിക്കില്ല. താനും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാഡത്തിന് എന്നെ 100% വിശ്വസിക്കാം. ഇനി മാഡം എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയാൽ പോലും മാഡത്തിനെതിരെ ഒരു വാക്കുപോലും മിണ്ടില്ല ഞാൻ. അത് മാത്രമല്ല, ഇനി ആന്റിക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യരുത്. കറക്റ്റ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിജയനെ വിളിച്ചോളാം. തൽക്കാലം പൊയ്ക്കോളൂ. അപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാ മാഡം? ഉദ്ദേശിച്ചത് പറഞ്ഞ പണത്തിന്റെ കാര്യമാണെങ്കിൽ പറഞ്ഞതിൽ കൂടുതൽ വിജയന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കും. എന്താ, അതുപോലെ? മതി മാഡം, മതി. എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ. ആന്റി, സംഗതികൾ ഏകദേശം ഒരു കരക്കെത്തി. ടെൻഡർ നഷ്ടപ്പെടുന്നുള്ള കാര്യം എന്തായാലും ഉറപ്പായി. ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി? നമ്മൾ ചെയ്തത് അത്രയും ഒരു കളമൊരുക്കൽ മാത്രമാണ്. ഇനി നമ്മൾ വിത്തുപാകാൻ പോവുകയാ. അതിന് CKCയെ ഞാനൊന്ന് വിളിക്കട്ടെ. താങ്ക് യു വെരി മച്ച് വസുന്ധര. അങ്ങോട്ട് വിളിച്ചൊരു നന്ദി അറിയിക്കണമെന്ന് കരുതിയതാ. പക്ഷേ സന്ദർഭം ശരിയായില്ലെങ്കിലും ഒന്ന് കരുതിയാ ഉപേക്ഷിച്ചത്. നല്ല സന്ദർഭം നോക്കി നമുക്കൊന്ന് നേരിൽ കാണണമല്ലോ. പിന്നെന്താ, എപ്പോ വേണമെന്ന് വസുന്ധര അറിയിച്ചാ മതി, ഞാൻ റെഡിയാ. വൈകിക്കാൻ പറ്റില്ല, ഉടനെ തന്നെ വേണം. ഓക്കെ, ഡൺ. നമ്മൾ കാണുന്നു. ആദ്യ കൂടിക്കാഴ്ചയില് പറഞ്ഞ സമയത്തിൽ നിന്ന് മിനിറ്റുകളുടെ വ്യത്യാസം വരാതെ കൃത്യസമയത്തെത്തിയ ആളായിരുന്നു CK ചന്ദ്രബോസ്. ഇതെന്തു പറ്റി ആന്റി? പുള്ളിക്കാരനെ കാണാനില്ലല്ലോ. പാലം കടന്നപ്പോ കൂരാണെന്ന് പറഞ്ഞ പോലെ ആയോ? നെറികെട്ടവന്മാർക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് ശിവാനി. നെറുകേടികളിൽ അങ്ങനെ അവര് നെറുകേട് കാണിക്കാറില്ല. ആന്റിയുടെ കണക്കുകൂട്ടൽ ആക്യുറേറ്റ് തന്നെയാ. ആ കണക്കുകൂട്ടലിന്റെ ആക്യുറസി എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ആന്റി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച് വസുന്ധര. എത്ര നന്ദി പറഞ്ഞാലും വസുന്ധരയോടുള്ള എന്റെ കടപ്പാട് തീരില്ല. ഗൗതം ഗോപിനാഥ് തയ്യാറാക്കിയ ടെൻഡർ ഞാൻ കണ്ടു. ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയി. വാട്ട് എ ബ്രില്യൻസി. മാഡം പറഞ്ഞുകൊടുത്ത ബിസിനസ് പാഠങ്ങളായിരിക്കണം അങ്ങനെ ഒരു കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുന്ന നിലവാരത്തിലേക്ക് ഗൗതം എത്തിയതെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. അത് പോട്ടെ, ടെൻഡർ സബ്മിഷൻ കഴിഞ്ഞു അല്ലേ? സബ്മിഷൻ അല്ല, സക്സസ് ആണ് കഴിഞ്ഞത്. ഞാൻ ആ ഫയൽ ജപ്പാൻ കമ്പനിയുടെ ഓഫീസിൽ എത്തിച്ചു കഴിഞ്ഞതോടെ എന്റെ വിജയം മാത്രമല്ല, 2 പുതിയ ജപ്പാൻ പദ്ധതികൾ കൂടിയാ. ഇനി CKC എന്റർപ്രൈസസിന്റെ പതാക അങ്ങ് ജപ്പാനിലേക്കും പറക്കാൻ പോവുകയാണെന്ന്. ഞാൻ വീണ്ടും പറയുന്നു, ഗൗതം ടെൻഡർ പ്രിപ്പയർ ചെയ്യുന്ന രീതിയുണ്ടല്ലോ വസുന്ധര, അത് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. മാഡം അയച്ചു തന്ന കൊട്ടേഷൻ ഒരു റെഫറൻസായി ഞാൻ എന്നും സൂക്ഷിക്കും. ഐ റിയലി അപ്രീഷിയേറ്റ് ഗൗതം. താങ്ക് യു CKC. അവൻ എന്റെ മകനാണ്. ഐ എം പ്രൗഡ് ഓഫ് മൈ സൺ. പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. ഇനി CKCയുടെ ഊഴമാണ്. വിജയം ഉറപ്പിച്ച CK ചന്ദ്രബോസ് എനിക്ക് വേണ്ടിയും ചിലതൊക്കെ ചെയ്തു തരേണ്ടതുണ്ട്. സൂചിപ്പിച്ചതാണ് ഞാൻ. അറിയാലോ, എന്റെ കമ്പനിക്ക് വരുത്തി വെച്ചത് കോടികളുടെ നഷ്ടമാണ് നമ്മുടെ ഈ ഡീൽ. പക്ഷേ വേദനിപ്പിക്കാൻ പോകുന്നത് ഒരു ഉറുമ്പ് കടിച്ചു പോലും വേദനിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ മകനെയാണ്.
എല്ലാം ഒരു ലക്ഷ്യത്തിനു വേണ്ടി. ബിസിനസ് കാര്യങ്ങളിൽ നിന്നും മാത്രമല്ല, ഈശ്വരമംഗലം വീട്ടിൽ നിന്ന് തന്നെ നിധിയെ ഒഴിവാക്കണം. അതിനാണിനി CK ചന്ദ്രബോസിന്റെ സഹായം വേണ്ടത്. ആസ്ഥാനത്തുള്ള ഈ ചിരിയുടെ അർത്ഥം എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല CKC. മാഡം എനിക്കൊരു ഉപകാരം ചെയ്തു. തിരിച്ചു സഹായം ആവശ്യപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഡീൽ ഉറപ്പിച്ചതും. വാക്ക് മാറില്ല ചന്ദ്രബോസ്, പാലിച്ചിരിക്കും കൊടുത്ത ഏത് വാക്കും. നിധിയെ പഠിപ്പിച്ചത് ഞാനാ. അവളെ എനിക്ക് പേഴ്സണലി അറിയാം. ആൻ എക്സ്ട്രാ ഓർഡിനറി ഗേൾ. വല്ലാത്തൊരു ബ്രില്യൻസി ഉണ്ട് ആ കുട്ടിക്ക്. ലക്ഷ്യബോധമുള്ള കുട്ടി. അങ്ങനെയുള്ള പെൺകുട്ടിയെ പെട്ടെന്ന് കരകാണാ കയത്തിലേക്ക് എടുത്തെറിയുന്നത് ശരിയാണോ മാഡം? അറിയില്ല വസുന്ധര, ആയിരക്കണക്കിന് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിധിയോട് എനിക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇറ്റ്സ് എ ട്രൂ. ടു ബി ഫ്രാങ്ക്, ഞാൻ പറയാം, നിധിയെ അങ്ങ് കൈവിട്ട് കളയാൻ പറ്റില്ല എനിക്ക്. മിസ്റ്റർ ചന്ദ്രബോസ്, ദിസ് ഈസ് ചീറ്റിംഗ്. ഹേ, ശബ്ദം കൂട്ടല്ലേ വസുന്ധര മാഡം. നോക്ക്, എനിക്ക് നിധിയെ കൈവിടാൻ പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മാഡത്തിന് തന്ന വാക്ക് ഞാൻ പാലിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്നും, ഈശ്വരമംഗലം വീട്ടിൽ നിന്നും, ഈശ്വരമംഗലത്തെ പുന്നാര സന്തതി ഗൗതം ഗോപിനാഥിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി നിധി പടിയിറങ്ങിയിരിക്കും. ആ ടെൻഡർ പൊട്ടിച്ചു കഴിഞ്ഞ് CKC എന്റർപ്രൈസസ് വിജയിച്ചു എന്ന പ്രഖ്യാപനം വന്നാൽ ആ നിമിഷം തൊട്ട് നിധിക്കെതിരെയുള്ള മൂവ്മെന്റ് ഞാൻ തുടങ്ങിയിരിക്കും വസുന്ധര. അതിനെ ഡെവലപ്പ് ചെയ്ത് വലുതാക്കി അതിന്റെ ഗുണം സ്വന്തമാക്കിക്കോണം മാഡം. പക്ഷേ ഒറ്റ കാര്യം ഞാൻ പറയാം, അഭയമില്ലാതെ വരുന്ന നിധിയെ കരയിക്കാൻ എനിക്കാവില്ല. ഈശ്വരമംഗലം കൈവിടുന്ന നിധിയുടെ സംരക്ഷണം പിന്നെ ഈ CK ചന്ദ്രബോസിനായിരിക്കും. തടസ്സം പറയാൻ നോക്കണ്ട, നടക്കില്ല. എന്താ ഇങ്ങനെ? തൽക്കാലം ഒന്ന് ക്ഷമിക്കാം. പറഞ്ഞ വാക്ക് അയാൾ പാലിക്കും. പണി നിധിക്കിട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ അവളെ സംരക്ഷിക്കുന്ന കാര്യം അത് നമുക്ക് അപ്പം നോക്കാം.